ഈ വേളയിലുള്ള വന്ദനം അറിയിക്കുന്നു. അഞ്ചാനി ബദേൽ ഗോസ്പൽ അസംബ്ലീസിന്റെയും പെന്തക്കോസ്ത് ഐക്യവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മധ്യവർജന സുവിശേഷ സന്ദേശയാത്രയാണ് ഈ ഗ്രാമവീഥിയിൽ എത്തി നിൽക്കുന്നത്. ബഹുമാന്യരെയും നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രതിസന്ധികളിൽ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അനിയന്ത്രിതമായ മദ്യപാന ആസക്തിയും നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗവും. മാനുഷിക മൂല്യങ്ങളെ കുരുതി കഴിച്ചുകൊണ്ട് മനുഷ്യൻ അധാർമികതയുടെ കൂത്തരങ്ങായി ജീവിക്കുവാൻ മാതാപിതാ ഗുരു ശിഷ്യ ബന്ധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ലൈംഗിക ആസക്തിക്കും അധമ വികാരങ്ങൾക്കും പ്രാധാന്യത കൊടുത്തുകൊണ്ട് ജനങ്ങൾ സദാചാര ശാഖയിലേക്ക് നീക്കപ്പെടുവാൻ പ്രേരകമാകുന്ന ഒരു വസ്തുത തന്നെയാണ് അനിയന്ത്രിതമായ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കടന്നുപോയി കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്ത് ഐക്യവേദി എന്ന നാമധേയത്തിൽ ഞങ്ങൾ നിർവഹിച്ചു വരുന്ന ഈ സന്ദേശങ്ങൾ അനേകരുടെ പാപബോധത്തിന്, നീതിബോധത്തിന്, ധാർമ്മിക ബോധത്തിന് ഉദവീഭവിച്ചതുകൊണ്ട് ഈ സന്ദേശം ഈ കോട്ടയം ജില്ലയുടെ മണ്ണിലും കൈമാറുവാൻ ഞങ്ങൾക്ക് പ്രേരകമായി നിലകൊള്ളുകയാണ്. മനുഷ്യന്റെ പ്രാകൃതകാലം മുതൽക്ക് തന്നെ മദ്യത്തിന്റെ ഉൽപ്പന്നവും വിപണനവും ആരംഭിച്ചു. കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയി അതീവ രഹസ്യമായി മദ്യം ഉത്പാദിപ്പിക്കുകയും അതിനേക്കാൾ രഹസ്യമായി വിപണനം ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ നിന്നും കാര്യങ്ങൾ മാറിമറിഞ്ഞു. മദ്യത്തിന് മന്ത്രിയായി, മദ്യത്തിന് നിയമമായി, ഇന്ന് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഏറ്റവും അധികം സാമ്പത്തികം വിളിച്ചു വരുത്തുന്ന ഒരു വകുപ്പായി തീർന്നിരിക്കുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് വീട്ടമ്മമാരുടെ കണ്ണുനീരാണ് ട്രഷറിയിലേക്ക് എത്തുന്ന വരുമാനം. മദ്യത്തിന്റെ ഉൽപ്പന്നവും വിപണനവും സർക്കാർ ഏറ്റെടുക്കുന്നു. പ്രതിദിനം ലക്ഷോപലക്ഷം സാമ്പത്തികം ഖജനാവിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അനിയന്ത്രിതമായ മദ്യപാന ആസക്തിയുടെ പ്രത്യാഘാതങ്ങൾ വിവർണനാതീതമാണ്. കുടുംബശൈഥിലീകരണം, അപകട മരണങ്ങൾ, കൊലപാതകങ്ങൾ ഒക്കെ പഠന വിധേയമാക്കൂ. ഇതിന്റെ പിന്നിൽ മറഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന ഒരു വില്ലനാണ് മദ്യം. കേരളത്തിലെ 14 ജില്ലകളിൽ 50-ൽ പരം ജയിലുകളിൽ കുത്തിനിറക്കപ്പെട്ട കുറ്റവാളികളുടെ ക്രിമിനൽ പശ്ചാത്തലം പഠന വിധേയമാക്കുമ്പോൾ, ബഹുമാനപ്പെട്ട കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ പറയാറുള്ളതാണ്, പ്രതി കൃത്യം ചെയ്തുകൊണ്ടിരുന്ന വേളയിൽ മദ്യ ലഹരിയിലായിരുന്നു. നിയന്ത്രിതമായ മദ്യപാനാസക്തിയുടെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാരും സന്നദ്ധ സംഘടനകളും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്നുകൊണ്ട് തോളോട് തോള്, കരത്തോട് കരം ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെതിരെ ബദൽ നിലപാടുകൾ എടുക്കുകയാണ്. അംഗനവാടി മുതൽ കലാലയം വരെ അതിനെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ, പ്രഭാഷണങ്ങൾ, പ്രബോധനങ്ങൾ, ഫ്ലെക്സ് ബോർഡുകൾ, പ്രതിജ്ഞകളൊക്കെ നിരന്തരം നിർവഹിക്കപ്പെടുന്നുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ മദ്യപിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മദ്യപാനാസക്തി പോലെ തന്നെ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം എന്നുള്ളത്. ഉപരിപഠനാർത്ഥം മറ്റു ജില്ലകളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ ഒരു പുരുഷായുസ് മുഴുവനും അധ്വാനിച്ച സാമ്പത്തികം ചെലവഴിച്ച് നമ്മുടെ തലമുറകളെ ഉപരിപഠനത്തിനായി വിടുമ്പോൾ അവരെ കാത്തിരിക്കുന്ന ലഹരി മാഫിയകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യ സത്യമാണ്. കേരളത്തിലെ 1000-ൽ പരം സ്കൂളുകൾ
പോലീസ് അധികാരികളുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ്. എന്താണ് കാരണം? സ്കൂളിലും പരിസര പ്രദേശത്തും ഇത്തരം ഈ പ്രതലത്തിൽ ലഹരി ഒരിക്കലും വിൽക്കുവാൻ, വിപണനം ചെയ്യാൻ പാടില്ലെന്നുള്ള നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് രഹസ്യമായോ പരസ്യമായോ ഏജന്റ് വഴികൾ മുഖേന നമ്മുടെ വിദ്യാർത്ഥികൾ നാളെയുടെ നിലയിൽ നമ്മുടെ രാജ്യത്തെ ഭരിക്കേണ്ട ലോകരാജ്യത്തിൽ ഭാരതത്തിന്റെ, കേരളത്തിന്റെ യശസ് ഉയർത്തിക്കാട്ടേണ്ട നമ്മുടെ തലമുറയുടെ വിദ്യാഭ്യാസം പാതിവഴിയിൽ അസ്തമിക്കപ്പെടുന്ന നിലവാരത്തിൽ MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾക്ക് നിരവധി കുഞ്ഞുങ്ങൾ അടിമകളാണ്. ഏത് ചരക്കും വിറ്റിരിക്കുവാനുള്ള വിപണന സാധ്യതയുള്ള ചന്ത പോലെ നമ്മുടെ നാട് ആക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ നിന്നും ഒരു യുവതി 50 ലക്ഷം രൂപ വരുന്ന MDMA-യുമായി കേരള പോലീസിന്റെ വലയിൽ അകപ്പെട്ടു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്ത്യയിലേക്ക് കോടിക്കണക്കിന് രൂപ വില വരുന്ന സിന്തറ്റിക് ലഹരികൾ വിൽക്കുകയാണ്. ഈ അടുത്തിടെ വാട്സപ്പിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വീഡിയോയാണ്. ഗുജറാത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കുന്ന വലിയ വലിയ ഫാക്ടറികൾ കൊണ്ടുപോകും. ലഹരിക്കെതിരെ വളരെ കർക്കശമായ നിലപാടുകൾ എല്ലാവരും തന്നെ എടുക്കുകയാണ്. നമുക്കറിയാം, നമ്മളിൽ പലരും വായിച്ചതായിരിക്കാം, ഇന്ത്യൻ സിനിമാ ലോകത്തിലെ ശ്രദ്ധേയനായ ഷാരൂഖ് ഖാന്റെ മകൻ കപ്പലിൽ വെച്ച് ലഹരിയുമായി പിടിക്കപ്പെട്ട വാർത്ത. മനസ്വാധീനമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി ജീവിതങ്ങളുടെയൊക്കെ വാർത്തകൾ പത്രങ്ങൾ, മാധ്യമങ്ങൾ ഒതുക്കി തീർക്കുമ്പോൾ മാധ്യമപ്പട അടക്കം ലഹരിക്കെതിരെ കർക്കശമായ നിലപാടുകൾ എടുക്കുകയാണ്. ലഹരിയുമായി പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത്? ഇവിടെയാണ് പെന്തക്കോസ്ത് ഐക്യവേദി ദേശദേശാന്തരം, ഗ്രാമഗ്രാമാന്തരം കേരളത്തിലെ ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും നിർവഹിച്ചു വരുന്ന ഈ പ്രഭാഷണങ്ങളുടെ പ്രാധാന്യതയും പ്രസക്തിയും നാം തിരിച്ചറിയേണ്ടത്. ഏതൊരു തിന്മയുടെ പിന്നിലും പ്രവർത്തിക്കുന്ന ഒരു പാപത്തിന്റെ ശക്തിയുണ്ട്. ഏതൊരു അനീതിയുടെ പിന്നിലും പ്രവർത്തിക്കുന്ന പാപത്തിന്റെ ശക്തിയുണ്ട്. ഏതൊരു അസന്മാർഗികതയുടെ പിന്നിലും പ്രവർത്തിക്കുന്ന പാപത്തിന്റെ ശക്തിയുണ്ട്. അനിയന്ത്രിതമായ മദ്യപാന ആസക്തിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന, നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പാപത്തിന്റെ ശക്തിയുണ്ട്. അടിസ്ഥാനപരമായി മനുഷ്യൻ പാപപ്രകൃതമുള്ളവനായി, പാപാധിപത്യമുള്ളവനായി, പാപരാഗം മോഹങ്ങളോടുകൂടെ പോരാ, മനുഷ്യന്റെ ഇന്ദ്രിയ വ്യവസ്ഥിതികളിൽ പാപത്തിന്റെ ലാഞ്ചന കുടികൊള്ളുന്നിടത്തോളം കാലം നന്മയും തിന്മയും തിരഞ്ഞെടുക്കേണ്ട പ്രായമാകുമ്പോൾ മനുഷ്യൻ നന്മ തള്ളി തിന്മ തിരഞ്ഞെടുക്കുന്നു. സാൻമാർഗികത തള്ളി അസന്മാർഗികത തിരഞ്ഞെടുക്കുന്നു. ധാർമ്മികത തള്ളി അധാർമികത തിരഞ്ഞെടുക്കുന്നു. മദ്യപാന ആസക്തരായി തീരുന്നു. നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തിലേക്ക് ഭൂരിവാക്യന്മാരെ വഴിതെക്കുന്നു. ഫലമായി ലൈംഗിക ആസക്തിക്കും അധമവികാരങ്ങൾക്കും പ്രാധാന്യത കൊടുത്തുകൊണ്ട് സദാചാര ശൂന്യതയിലേക്ക് നീക്കപ്പെടുവാൻ മാനവകുലത്തെ പ്രേരിപ്പിക്കുന്ന ഘടകം പാപമാണ്. പാപത്തിന് അറുതി വരണം. പാപത്തിന് എങ്ങനെയാണ് പരിഹാരമുണ്ടാവുക? മനുഷ്യന്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ, ആചാര്യ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, കർമ്മകാണ്ഡങ്ങൾ കൊണ്ടോ പാപം പരിഹരിക്കപ്പെടുമോ? പാപത്തിന്റെ പ്രത്യാഘാതം എന്താണ്? പാപം കേവലം മനുഷ്യനെ അനിയന്ത്രിതമായ മദ്യപാന ആസക്തിയിലേക്ക് നയിക്കുക മാത്രമല്ല, പാപം മനുഷ്യനെ നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗരാക്കുക മാത്രമല്ല, പാപം മനുഷ്യനെ അധാർമികതയുടെ കൂത്തരങ്ങായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, മനുഷ്യനൊരു ഭൗതിക ജീവിതമുള്ളതുപോലെ ഒരു ആത്മീക ജീവിതവുമുണ്ട്.
ഭൗതിക ജീവിതത്തിന്റെ താളപ്പിഴകൾ അല്ലാതെ തെറ്റായ ദിശയിലേക്ക് മനുഷ്യനെ നയിക്കുക മാത്രമല്ല, സകല മനുഷ്യരിലും രൂപമലമായി നിലകൊള്ളുന്ന ഒരാത്മാവുണ്ട്. ആ ആത്മാവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മനുഷ്യനിൽ രൂപമലമായി നിലകൊള്ളുന്ന ആത്മാവിന്റെ പ്രത്യേകത വാളുകൊണ്ട് നശിപ്പിക്കുവാൻ കഴിയാത്ത, ജലാശയങ്ങൾ കൊണ്ട് നശിപ്പിക്കുവാൻ കഴിയാത്ത, വായു കൊണ്ടോ അഗ്നി കൊണ്ടോ നശിപ്പിക്കാൻ കഴിയാത്ത ഒരാത്മാവെന്ന ദൈവിക സത്ത മനുഷ്യനിൽ നിവാസം ചെയ്യുന്നുണ്ട്. അപ്പോൾ പാപത്തിന്റെ പ്രത്യാഘാതം എന്നാൽ ഭൗതിക ജീവിതത്തിന്റെ അരാജകത്വം മാത്രമല്ല, അനീതി മാത്രമല്ല, അധാർമികത മാത്രമല്ല, മനുഷ്യനിലുള്ള ദൈവാത്മാവ് സംബന്ധമായി നിത്യ നരകത്തിലേക്ക് മനുഷ്യൻ വിഭജിക്കപ്പെടേണ്ടി വരും. പാപത്തിൽ ജനിച്ച മനുഷ്യൻ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, പാപപ്രകൃതമുള്ളവനായി, പാപാധിപത്യമുള്ളവനായി മനുഷ്യന്റെ ഇന്ദ്രിയ വ്യവസ്ഥിതികളിൽ പാപത്തിന്റെ ലാഞ്ചന കുടികൊള്ളുമ്പോൾ പാപത്തിന്റെ പ്രത്യാഘാതം വളരെ ഗൗരവതരമായി ബൈബിൾ പറയുന്നു. പാപത്തിന്റെ ശമ്പളം നിത്യ നരകമാണ്. പാപത്തിന്റെ ശമ്പളം ചാകാത്ത പുഴുവുള്ള, കെടാത്ത തീയുള്ള നിത്യ നരകമാണ്. ദേശദേശാന്തരം സുവിശേഷം പ്രസംഗിക്കുവാൻ കാരണം, ദേശദേശാന്തരം യേശുവിനെ പ്രസംഗിക്കുവാൻ കാരണം, പാപപരിഹാരത്തിനുള്ള ഏക സാധ്യത, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാകയാൽ ഈ ദേശത്തോട് ഞങ്ങൾ, ഈ ദേശത്തുള്ള വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളുടെ മേൽ, സേനയുടെ മേൽ ജയഭേര് വിളക്കിക്കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, പാപപരിഹാരത്തിനുള്ള ഏക സാധ്യത യേശു ക്രിസ്തു മാത്രമാകയാൽ മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തുവെന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലവേ ഇല്ല. അതേ ബഹുമാനരായ ശ്രോതാക്കളെ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അതെ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് കാലാധീതയിൽ നിന്നും ഈ കാലത്തിലേക്ക് ഇറങ്ങി വന്നു. കന്യകയുടെ മകനായി കാലിത്തുരുത്തി പിറന്നു. ഈ കാലത്തിന്റെ കളങ്കം തെല്ലും പിറളാതെ 33 തിരുവയസ് വരെ ജീവിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിരുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും നിത്യ നരകത്തിൽ നിന്നും വിമോചനം തേടുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിന്റെ താക്കോൽ വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ബഹുമാനരെ, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഈ ശബ്ദപദവി ഞങ്ങളെ കേൾക്കുന്ന ബഹുമാനരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഉയർത്തുകയും പാപത്തിന്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. ആദാമി വർഗത്തിന്റെ പാപത്തിന് ഭാഗവഹിത്വം വഹിക്കുന്ന മാനവകുലത്തിന്റെ പാപത്തെ പരിഹരിക്കുവാൻ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തത്തിന് സാധ്യമല്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ ഒരു നാളും പരിഹരിക്കുവാൻ കഴിയാത്ത യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, പീലാത്തോസിന്റെ ഗബഥ എന്നറിയപ്പെടുന്ന കൽത്തളം മുതൽ കാൽവരി മല വരെയും ചിന്തപ്പെട്ട രക്തത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് കഴിയാത്തത് പ്രത്യേക സ്ഥാനവസ്ത്രധാരികളായ പുരോഹിത വൃന്ദങ്ങളുടെ ശുശ്രൂഷകൾ കൊണ്ട് മാനവകുലത്തിന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് പകലിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ ദേശത്ത് വ്യാപരിക്കുന്നുണ്ട്. അത് നീതീകരിക്കുന്ന രക്തമാണ്, അത് ശുദ്ധീകരിക്കുന്ന രക്തമാണ്, അത് വീണ്ടെടുക്കുന്ന രക്തമാണ്, അത് ജയം നൽകുന്ന രക്തമാണ്. ആകയാൽ ദേശമേ 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 ദൈവവചനം കേട്ടുകൊള്ളുക. പ്രത്യേക സ്ഥാനവസ്ത്രധാരികളായ പുരോഹിതന്മാരുടെ മധ്യവർത്തിത്വങ്ങൾ കൊണ്ട് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തത്തിന് മാനവകുലത്തിന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഭൂമിയിൽ പാപങ്ങളെ പരിഹരിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അതെ അതെ, മനുഷ്യരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വൃന്ദങ്ങൾക്കൊണ്ട് മധ്യവർത്തിത്വങ്ങൾ കൊണ്ട് പാപം പരിഹരിക്കപ്പെടുകയില്ല. യേശു ക്രിസ്തുവിന് മാത്രമേ മാനവകുലത്തിന്റെ പാപത്തെ പരിഹരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം കേവലം ഒരു ഐതിഹ്യമല്ല.
യേശുവിന്റെ ജീവിതം ഒരു സാങ്കല്പികമല്ല. യേശുവിന്റെ മരണയടക്കപ്പെടുത്തുവാനും കേവലം ഒരു മുത്തശ്ശി കഥയല്ല. യേശുദാൻ ജനിക്കുന്ന 4000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം ആരംഭിക്കുകയായി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന പ്രഥമ പ്രവചനത്തോടുകൂടി ആരംഭം കുറിക്കപ്പെടുകയാണ്. കാലങ്ങൾ മുന്നിട്ട് കടന്നുപോയി. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി യേശുക്രിസ്തുവിത കാലത്തെടുത്ത് പിറക്കുകയായി. ഏതാണ്ട് 30 വയസ്സ് വരെ യഹൂദാമതമണ്ഡലത്തിലെ ആചാര്യ അനുഷ്ഠാനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ച ക്രിസ്തുദേവൻ 30ാമത്തെ വയസ്സിൽ തന്റെ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിക്കുകയായി. അതിന്റെ മുന്നോടിയായി നദിയിൽ കടന്നു വന്ന യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ, യഹൂദാ മതമണ്ഡലത്തിലെ പുരോഹിതൻ സക്കറിയാവിന്റെ മകൻ യോഹന്നാൻ സ്നാപകൻ, അനന്തര പൗരോഹിത്യ പദവി ഏറ്റെടുക്കേണ്ട യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് യേശു ലോകത്തിന്റെ പാപത്തെ ചുമന്നുവയ്ക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ളതാണ്. എന്താണ് അതിന്റെ പ്രാധാന്യം എന്നറിയണ്ടേ? യഹൂദൻ വിറ്റ് വളർത്തപ്പെടുന്ന യഹൂദന്റെ കുഞ്ഞാടിനെ യാഗമർപ്പിക്കുമ്പോൾ കേവലം വരുന്ന യഹൂദന്റെ പാപം പരിഹരിക്കപ്പെടുന്ന പാപപരിഹാര സംവിധാനം നിലവിലുള്ളപ്പോൾ യഹൂദ മതമണ്ഡലത്തിലെ പുരോഹിതൻ സക്കറിയാവിന്റെ മകൻ അനന്തര പൗരോഹിത്യ പദവി ഏറ്റെടുക്കേണ്ട യഹൂദനായ യോഹന്നാൻ സ്നാപകൻ ലോകത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ലോകമേ, യേശുവിനെ നിങ്ങൾ അറിയണ്ടേ. യേശു എന്നത് യഹൂദന്റെ പാപത്തെ ചുമന്നിരിക്കുന്ന യഹൂദന്റെ കുഞ്ഞാടല്ല, ലോകത്തിന്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ആകയാൽ യേശുവിനെ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രസംഗിക്കുവാൻ കാരണം, യേശുവിനെ ഭാരതത്തിന്റെ മണ്ണിൽ പ്രസംഗിക്കുവാൻ കാരണം, യേശു ക്രിസ്തു എന്നത് ലോകത്തിന്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ആകയാൽ പാപപരിഹാരത്തിനുള്ള ഏക സാധ്യത യേശു ക്രിസ്തു മാത്രമാകയാൽ ഒരിക്കൽ കൂടി ഞങ്ങൾ വളരെ ആധികാരികതയോടെ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലതേ ഇല്ല. യഹൂദാമതമണ്ഡലത്തിലെ ആചാര്യ അനുഷ്ഠാനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ച ക്രിസ്തു 30 വയസ്സ് വരെ ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ പ്രേക്ഷിത പ്രവർത്തനം ആരംഭിച്ചു. 3.5 വർഷം സ്വർഗരാജ്യ സംബന്ധമായ പ്രഭാഷണങ്ങൾ ഉപമകൾ നിർവഹിച്ച അനന്തരം ഒരു സന്ധ്യാസമയം ഗെത്സമനാത്തോട്ടത്തിൽ പ്രാർത്ഥന നിരവനായിരിക്കുമ്പോൾ യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദയുടെ ചുംബനത്താൽ യേശു വിട്ടുകൊടുക്കപ്പെടുകയാണ്. അനന്തരമായ റോമൻ പടയണികൾ യേശുവിനെ ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും പീലാത്തോസിന്റെയും ഹെരോദാവിന്റെയും 70 പേരടങ്ങുന്ന ന്യായാധിപ സംഘാംഗങ്ങളുടെ മുൻപാകെ വിചാരണയ്ക്ക് വിധേയപ്പെടുത്തുന്നു. ഒട്ടനവധി കൊള്ളസാക്ഷികളെ അണിനിരത്തിയെങ്കിലും ആ സാക്ഷ്യമൊന്നും വ്യക്തമെന്നില്ലെങ്കിലും മതാരാഷ്ട്രീയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് യേശുക്രിസ്തുവിനെ പീലാത്തോസിന്റെ ഗബഥ എന്നറിയപ്പെടുന്ന കത്തളത്തിലേക്ക് കൊണ്ടുവരികയായി. അക്കൽത്തലത്തിന് നടുവിൽ നാട്ടപ്പെട്ട കൽക്കുറ്റിയിലേക്ക് യേശുവിനെ ഒരു കരവും ചേർത്ത് ബന്ധിക്കുന്നു. അർത്ഥനഗ്നായി കുരുങ്ങൾക്കിടെ യേശുവിന്റെ പുറത്തേക്ക് റോമൻ പടയണിയിൽ ചാട്ടവാരൻ പ്രഹരം ആരംഭിച്ചപ്പോൾ മാംസലമായ ഭാഗത്തേക്ക് ചുണ്ടകളായി നിറങ്ങുന്നു, അസ്ഥികഷ്ണങ്ങളായി നിറങ്ങുന്നു. ആ ചാട്ടവാർ വരച്ചപ്പോൾ ഉടമറിയിക്കും പോലെ യേശുവിന്റെ ശരീരം ഉടമറിയപ്പെട്ടു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, താങ്കളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. പാപപരിഹാരത്തിന് ഒരു നരബലികളോ യാതൊരുവിധമായ ആചാരാനുഷ്ഠാനങ്ങളോ നിർവഹിക്കേണ്ട കാര്യമില്ല. യേശുവിലുള്ള വിശ്വാസത്താൽ പാപം പരിഹരിക്കപ്പെടും. ഈ സന്ദേശത്തിന് വിരാമം ചോദിക്കട്ടെ. നാളിതുവരെ യേശുവിന്റെ വ്യക്തിത്വത്തിലൂടെ പാപപരിഹാരം പ്രാപിക്കാത്ത ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സമയമാണ്. ഇവിടെ സമയത്തെ ബദൽ ഗോസ്പൽ അസംബ്ലി നിങ്ങൾക്ക് വേണ്ടി സ്ഥിതി ചെയ്യുന്നു. പ്രാർത്ഥനകൾക്ക്, ആരാധനകൾക്ക്, തിരുവചന പഠനങ്ങൾക്ക്, കൗൺസിലിംഗിന് നിങ്ങൾക്ക് പ്രസ്തുത ദൈവസഭയുമായി ബന്ധപ്പെടാവുന്നതാണ്. ബഹുമാന്യ കർത്തൃ കുടുംബമായി പാർത്തുകൊണ്ട് ദൈവിക ശുശ്രൂഷയിൽ ആ സഭയിലായിരിക്കുകയാണ്. നിങ്ങൾക്ക് പാപപരിഹാര സംബന്ധമായി, രക്ഷാസംബന്ധമായി, സ്നാന സംബന്ധമായി, നിത്യസ്വർഗരാജ്യ സംബന്ധമായി അറിയുവാനുള്ള അറിവുകൾ പ്രസ്തുത ദൈവസഭയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സമയത്തിന്റെ പരിമിതിയുള്ളത് കൊണ്ട്, വിശദമായ വിശദീകരണത്തിന് സമയപരിമിതിയുള്ളത് കൊണ്ട് വാക്യം നിബിഡമാകുമ്പോൾ അധികം അറിയുവാൻ താല്പര്യമുള്ളവർ പ്രസ്തുത ദൈവസഭയുമായി ബന്ധപ്പെടുക എന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ വാക്യം നിബിഡമാകുമ്പോൾ ഈ നിമിഷം യേശുവിനായി ജീവിതത്തെ സമർപ്പിക്കുവാൻ എത്രവർ തയ്യാറായിത്തീരും. അങ്ങനെയെങ്കിൽ മുൻവിധികളും വിമർശനാത്മകമായ മനോഭാവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, യേശുവേ, ഞാനൊരു പാപിയാണ്,
എന്റെ പാപത്തിന്റെ പരിഹാരത്തിനും കൂടെയാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത്. അങ്ങയെ എന്റെ രക്ഷകനായി, എന്റെ കർത്താവായി എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. അനുതാപ ഹൃദയത്തോടെ യേശുവിനായി ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതും ബഹുമാനിക്കപ്രവാസിനെ ക്ഷണിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.